ഇന്ന് നമ്മൾ നേരെ പോകുന്ന കർണാടകയിലേക്കാണ്. കർണാടകയിലെ ബന്ദിപ്പൂരിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാവിനെതിരെ കേസ്. ഇതേ സ്ഥലത്ത് ഒരാഴ്ച മുമ്പ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ആളുകൾ പഠിക്കുന്നില്ലല്ലോ, ഇത് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഇതേ സ്ഥലത്ത് ഒരാഴ്ച മുമ്പാണല്ലോ ഇങ്ങനെ ഒരു സംഭവം, കാട്ടാനയുടെ ആക്രമണം വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? കീർത്തന, ഇതിൽ വലിയ ബോധവൽക്കരണം ആവശ്യമുള്ളതാണ്. ഇത്തരത്തിൽ സഞ്ചാരികൾ ഈ വനമേഖലയിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതും അതോടൊപ്പം തന്നെ റീൽ ചിത്രീകരിക്കുന്നതൊക്കെ ഒരു സ്ഥിര സംഭവമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബന്ദിപ്പൂർ വനമേഖലയിൽ ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഒരാഴ്ച മുമ്പാണ് അവിടെ കാട്ടാന ഇറങ്ങി ഇതേ വനമേഖലയിൽ തന്നെ റോഡുകളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാഹനങ്ങൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഒരു യുവാവ്, ഷാഹുൽ ഹമീദ് എന്നാണ് പേര്. ആ യുവാവ് ഇത്തരത്തിൽ റീൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാട്ടാനയുടെ തൊട്ടു മുന്നിൽ നിന്നാണ് ആ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. കാട്ടാന പാഞ്ഞെടുക്കുമ്പോൾ ഇയാൾ ഓടുന്നുമുണ്ട്. ആ സമയത്ത് തന്നെ വീഡിയോ കട്ടാവുന്ന അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കർണാടക വനം വകുപ്പ് യുവാവിനെതിരെ, ഷാഹുൽ ഹമീദിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ വന്യജീവി സംരക്ഷണ സമിതിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഇയാൾക്കെതിരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഒരു പ്രചാരണം ഉണ്ടാവൂ എന്നതാണ് അത്തരം സംഘടനകളുടെ നിലപാട്. അരുൺ പൂപ്പറമ്പയാണോ വിവരങ്ങൾ നൽകിയത്? നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. തിരിഞ്ഞു നിന്ന് കുറച്ച് പുറയിലേക്ക് പോകുമ്പോൾ ആനൊന്ന് അനങ്ങിയപ്പോഴേക്കും പേടിച്ചിങ്ങോട്ട് ഓടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവയർനെസ് ഇനിയും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കേസെടുക്കുന്നതൊക്കെ ഒരു നല്ല നടപടിയാണ്. കാരണം കൂടുതൽ പേര് ഇത് ചെയ്യാതിരിക്കാനുള്ളൊരു, എന്നാലും എന്ത് കണ്ടിട്ടാലേ കാട്ടാനയുടെ മുന്നിൽ നിന്നിട്ടാണ് ഈ ഓരോ അക്രമം കാണിക്കുന്നത്. സാഹസികത നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കൊക്കെ നീങ്ങുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹസ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാതിരിക്കുക. ജീവന് തുല്യമല്ല ഒരു ലൈക്കും ഷെയറും ഒന്നും. അത് ശരിയാണ്.